കുറച്ചും കൂടി കൂടുതൽ ഓഫറുകളാണ് ഓണായിട്ട് പറയാം. ഇതാണ് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബെഡ് വരുന്നത്. ഇതിന്റെ കൂടെ നമ്മള് ഫ്രീ കൊടുക്കണത് ഓണത്തിന് മാത്രം പ്രത്യേകം പറയണു 2 മാസം പിന്നെ പറയണു ഐറ്റംസ് അത്യാവശ്യം ഉണ്ട്, ഫ്രീ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് എടുക്കണോ അത് എടുക്കണോ, അപ്പൊ അതിനേക്കാൾ നല്ലത് ഒരു കൊല്ലം ഒരു ബെഡ് ഇല്ലാണ്ട് കിടക്കണേ 3 ബെഡ്റൂമില്. അപ്പൊ നമ്മുടെ ഓഫർ നോക്കിയിരിക്കുകയാണ് അവര് ബെഡ് മേടിക്കാനായിട്ട്. ലാറ്റക്സ് ബെഡാണ് ഇപ്പൊ നമ്മളോട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കണേ കേട്ടാ. 6 റോളുണ്ട്. ലക്കാണ് ഇത് കിട്ടണവർക്ക്, കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് ധന്യരെ സരിതരെ കൂട്ടുകാരി ധന്യരെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇവര് ഒരുങ്ങി കെട്ടി നിൽക്കാണ്. എവിടേക്ക് പോണെന്ന കാര്യം പറയാം. ധന്യയുടെ പുതിയ വീട്ടിലേക്ക് വന്നിട്ടുള്ള ഈ വീടിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഈ വീടിന്റെ അടുത്ത് തന്നെയാണ് അവളുടെ പഴയ വീടും അവളുടെ കിടക്ക കമ്പനിയൊക്കെ. ധന്യയുടെ കിടക്ക കമ്പനിയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് 2-3 വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. ഈ വർഷവും ഓണാണ് വരുന്നത്, അതുകൊണ്ടാണ് ഈ വേഷം. ഓണം എന്ന് പറയുമ്പോൾ ഈ വേഷം വേണമല്ലോ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം തന്നെ ഗംഭീരമായ ഓഫറാണ് ധന്യ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ധന്യനെ കൊണ്ട് പറ്റാവുന്നതിന്റെ മാക്സിമം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഇപ്പോൾ അതിൽ വിട്ടിട്ട് കുറച്ചും കൂടി കൂടുതൽ ഓഫറുകളാണ് ഓണായിട്ട് ഇപ്പോൾ കിടക്കയ്ക്ക് കൊടുക്കാൻ പോകുന്നത്. ക്വാളിറ്റിയിലോ ഇതിലോ ഒരു കുറവും വിട്ടുവീഴ്ചയും ഒന്നും തന്നെ ചെയ്യുന്നില്ല. പക്ഷെ അതിൻ്റെ കൂടെ ഒരു ബെഡിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളില്ലേ, അത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് നമ്മളിനി കാണാൻ പോവാണ്. അപ്പോൾ ഇപ്പം ഓണൊക്കെയായിട്ട് വീട് പണി നടക്കണവരുണ്ടാവും, വീട് ഹൗസ് വാമിംഗ് ഉള്ളവരുണ്ടാവും, അല്ലെങ്കിൽ പഴയ ബെഡ് തന്നെ കേടായിട്ട് മാറ്റാറായി എന്നുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ അതെ, കല്യാണങ്ങൾ ചിങ്ങമാസമായിട്ട് കല്യാണം വരുന്നവരുണ്ടാവും. അപ്പോൾ ബെഡ് വാങ്ങിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണിപ്പോൾ. ഒട്ടും താമസിക്കേണ്ട. ഓഗസ്റ്റ് 1 മുതൽ, ഇന്ന് ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഈ വീഡിയോ ഇടുക. അപ്പോൾ ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 3 വരേക്കും നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം. സെപ്റ്റംബർ 30 വരേക്കും ഈ ഓഫർ കിട്ടുന്നതായിരിക്കും. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ നിന്ന് നമുക്ക് കാണാം. ബെഡ് കമ്പനിയിലേക്കാണ് നമ്മളിപ്പോ നടക്കണേ കേട്ടാ. ചേട്ടൻ വരുന്നില്ലേ, കലപ്പിലാവൂന്ന് പറഞ്ഞിട്ട് വരുന്നില്ലേ? ഞങ്ങൾ തന്നെ ഉണ്ട് ആവശ്യത്തിന് കലപ്പില. നമ്മുടെ വർത്താനം മനസ്സിലാവുന്നില്ല, സ്പീഡ് കൂടുതൽ വെറുതെ നിന്ന് ചലക്കണു എന്നൊക്കെ പറയാ ആൾക്കാരില്ലേ. അതെ. അപ്പൊ അതാണ് ധന്യയുടെ പഴയ വീട്. അവിടെ നിന്ന് തൊട്ടടുത്താണ് കിടക്ക കമ്പനി കേട്ടാ. ഇതാണ് മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, നമുക്ക് കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മളിനി ഇതിൻ്റെ ഉള്ളിൽ കയറാം. അപ്പൊ നമ്മൾ ധന്യയുടെ കിടക്ക കമ്പനിയിലേക്ക് എത്തി. നമുക്ക് ആദ്യം ഓഫീസിലേക്ക് കയറാം കേട്ടാ. ബെഡിന്റെ സാമ്പിൾസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്, അത് കാണാം. അപ്പൊ ധന്യയുടെ കിടക്ക കമ്പനീനെ കുറിച്ചിട്ടുള്ള വീഡിയോ, കിടക്കകളുടെ വെറൈറ്റീസ് ഒക്കെ നമ്മൾ മുന്നൊരു 2-3 വീഡിയോകൾ മുൻപ് നമ്മൾ ഇട്ടിട്ടുള്ളതാ. അപ്പോൾ അത് കാണാത്തവർക്ക്, പുതിയ സബ്സ്ക്രൈബേഴ്സിനും ഇത് കാണണമെന്ന്, ഇനിയിപ്പോൾ വീണ്ടും കാണണം എന്നുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ സ്പീഡിലൊന്ന് ഓടിച്ച് കാണിക്കുകയാണ് കേട്ടോ. ഓഫറുകളും കാര്യങ്ങളൊക്കെ പിന്നീട് പറയും. അപ്പോൾ വേഗം അതായത് ഏറ്റവും ഇവിടുത്തെ പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ട് ഏറ്റവും റേറ്റ് കുറഞ്ഞ ബെഡ് തൊട്ട് ഏറ്റവും റേറ്റ് കൂടിയ ബെഡ് വരയ്ക്കുള്ളത് കാണിക്കും. ഇത് നമ്മുടെ കയ്യിലത്തെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ബെഡ് കേട്ടോ. ഇതിൽ അടിയിൽ 4 ഇഞ്ച് ഓർത്തോഫോം, 2 ഇഞ്ച് ലാറ്റക്സ്, 4 ഇഞ്ച് ഓർത്തോഫോം, 90 ഡെൻസിറ്റി, ലാറ്റക്സ് 85 ഡെൻസിറ്റി കേട്ടോ. ഇത് അത്യാവശ്യം 20 വർഷം വാറണ്ടി ഉണ്ട്. നല്ല റേറ്റ് ഉണ്ട് ഇതിന്. റേറ്റ് ഒക്കെ ഞാൻ ലാസ്റ്റ് പറയാം. ഇന്നത് നമ്മുടെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ആണ്. ഇതിൽ 38,000 ഒക്കെ വരും കിങ് സൈസിന്. സിംഗിളിനാവുമ്പോ നമുക്ക് ഇത് സ്റ്റാർട്ടിങ്ങിൽ 13,500 തൊട്ടാണ് തുടങ്ങണേ. അതെ, ബെഡിന്റെ റേറ്റ് പറയണില്ല എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വരാറുള്ളത്. അത് എന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ബെഡ് തന്നെ കുറെ സൈസ് ഉണ്ട്. സിംഗിള്, ഡബിള്, കിങ്, ക്വീൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതും ചിലവരുടെ കട്ടില് ചിലപ്പോ വേറെ അളവിലാവും പണിതിട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് റേറ്റ് മാറ്റം വരും. അതുകൊണ്ടാണ് കേട്ടാ. പ്രീമിയം ക്വാളിറ്റിയാണ് ലാറ്റക്സ്. ഇതും പ്രീമിയം തന്നെയാണ്. മെമ്മറി ഫോം ആകുമ്പോൾ ഓർത്തോഫോം അടിയിൽ സൂപ്പർ സോഫ്റ്റ് മെമ്മറി. അങ്ങനെ നമ്മുടെ വീട്ടിൽ ഇതാ. ഇതിന് 10 വർഷം വാറണ്ടി, ലാറ്റക്സിന് 20 വർഷം വാറണ്ടി. ഇത് സിംഗിളിന് ഒരു 13 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതാകുമ്പോൾ ഓർത്തോഫോം സൂപ്പർ സോഫ്റ്റ്. മെമ്മറിയുടെ തൊട്ട് താഴെ നിൽക്കുന്ന ഐറ്റം 10 വർഷം വാറണ്ടി. മെമ്മറിയുടെ അത്ര സോഫ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളൂ, എന്നാലും ഒരുവിധം സോഫ്റ്റ് ഒക്കെ ഉപയോഗിച്ച് വരുന്നതോറും സോഫ്റ്റ് ആവും. ഇതും 10 ഇയർ തന്നെയാണ് വാറണ്ടി വരുന്നത്. 10 രൂപ തൊട്ട് സിംഗിളിന് റേറ്റ് തുടങ്ങും. കനത്തിനനുസരിച്ച് റേറ്റ് മാറും കേട്ടോ. ഞാനിപ്പോ 6 ഇഞ്ച് കനത്തിന്റെ പറഞ്ഞേ. 6 ഇഞ്ച് കനം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു 7 ഇഞ്ചോളൊക്കെ നമുക്ക് കനം കിട്ടും. തുണിയൊക്കെ ആയിട്ട് വരുമ്പോ. പിന്നെ ഇതാകുമ്പോ നമ്മുടെ പ്രീമിയത്തില് 5 ഇഞ്ച്
10 വർഷമൊക്കെ വാറണ്ടി കൊടുക്കുന്ന ഐറ്റം തന്നെ. ഓർത്തോഫോം 4 ഇഞ്ച്, 1 ഇഞ്ച്, 1 ഇഞ്ച് കനത്തിലാണെങ്കിൽ സൂപ്പർ സോഫ്റ്റ് വെച്ചിരിക്കുന്നത് 10 ഇയർ തന്നെ വാറണ്ടി. സിംഗിളിന് 5 ഇഞ്ചിന് 9,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇത് സെമി ഓർത്തോ, അത് നേരത്തെ കാണിച്ചത് ഫുൾ ഓർത്തോ നമ്മൾ ചെറിയൊരു സോഫ്റ്റ്നെസ് ഒക്കെ എടുക്കണ ഭാഗത്ത് ഉണ്ടാവുള്ളൂ, തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഹാർഡ്. ഇത് 2 സൈഡ് ഓർത്തോ ഫോം, നടുക്കിൽ യു ഫോം, 2 സൈഡ് നമുക്ക് ഒരേ ഫീൽ തന്നെ കിട്ടാം. 2 സൈഡ് യൂസ് ചെയ്യുമ്പോൾ ഇത്തിരി ഹാർഡാണ് നമുക്ക് തുടക്കത്തിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ തോന്നാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ നടുക്കിലത്തെ ഫോമിന് ഒരു ആക്ഷൻ വരും, അപ്പൊ അത്യാവശ്യം സോഫ്റ്റ് ആവും. സോഫ്റ്റ് ആവാൻ ടൈം എടുക്കും, യൂസ് ചെയ്യണം. വെറുതെ ഇട്ടാൽ സോഫ്റ്റ് ആവില്ല, ടൈം എടുക്കും. ചിലപ്പോൾ 1 വർഷമൊക്കെ പിടിക്കും ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാനായിട്ട്. അപ്പോൾ നടുവേദനയ്ക്ക് ഉള്ളവർക്ക് ബെറ്റർ തന്നെയാണ്, അധികം സോഫ്റ്റിൽ എടുക്കണത് നല്ലതല്ലല്ലോ. അപ്പോൾ ഇത് 5 വർഷം വാറണ്ടി ഇതിന്. സിംഗിളിന് 4 ഇഞ്ചിന് ഒരു 6,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇത് നമ്മുടെ നോർമൽ ക്വാളിറ്റി, ഒരു 3 വർഷമൊക്കെ വാറണ്ടി കൊടുക്കണ ഐറ്റം. അടിയിൽ ചകിരി, മുകളിൽ ഫുള്ള് ഫോം. ഇതൊക്കെ ആകുമ്പോൾ 3 വർഷമാണ് വാറണ്ടി കൊടുക്കണേ. സിംഗിളിന് ഒരു 5,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും 4 ഇഞ്ച് കനത്തിന്, 3 വർഷം വാറണ്ടി. പിന്നെ നമ്മുടെ കയ്യിൽ വാറണ്ടി ഇല്ലാത്ത ഐറ്റം ഉണ്ട്. വാറണ്ടി ഇല്ലാത്തെന്ന് പറഞ്ഞാൽ സാധാരണ EP ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ ചെയ്യുക. നമ്മൾ EP ഷീറ്റ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉപയോഗിക്കണില്ല. 28 ഡെൻസിറ്റി അറിയില്ല, തെർമോകോളിന്റെ വേറൊരു വകഭേദം. തെർമോകോൾ വെച്ചിട്ടുള്ള ബെഡ് അത് നമ്മളിവിടെ ചെയ്യണില്ല. നമ്മള് ഇത് 28 ഡെൻസിറ്റി ഫോമാണ്, നല്ലോണം ലാസ്റ്റ് ചെയ്യണ ബെഡ് തന്നെയാണ്. എന്നാലും നമ്മൾ വാറണ്ടി ആയിട്ട് പറയണില്ല എന്ന് മാത്രം. ചിലവര് റഫ് യൂസ് ഒക്കെ ചെയ്യുമ്പോഴേ ഉണ്ണികളൊക്കെ മൂത്രമൊഴിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ അത്ര പെട്ടെന്നൊന്നും നാശാവില്ല. നമ്മുടെ സ്റ്റാഫൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനാകുമ്പോ 4,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ എല്ലാത്തിന്റെയും വെറൈറ്റികൾ കണ്ടില്ലേ, പില്ലോകള്. ഇതാണ് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബെഡ് വരുന്ന ലാറ്റക്സും മെമ്മറി കാണിച്ചില്ലേ, നേരത്തെ കാണിച്ചില്ലേ. ഇതിന്റെ കൂടെ നമ്മള് ഫ്രീ കൊടുക്കണത് ഓണത്തിന് മാത്രം പ്രത്യേകം പറയണു 2 മാസം. 2 മാസം എന്ന് പറയണത് 1 മാസം നമ്മുടെ ഇവിടെ ഓഗസ്റ്റ് ഫുള്ള്, സെപ്റ്റംബർ 3-ാം തീയതി വരെ. സെപ്റ്റംബർ 3-ാം തീയതി വരെ നമ്മളത് വിശദമായിട്ട് പറയാം ഓഫർ എങ്ങനെയാ വരണേന്നുള്ളത്. ഇതിന്റെ കൂടെ നമ്മള് ഫ്രീ ഈ തലോണയാണ് കൊടുക്കണം, മെമ്മറി ഫോമിന്റെ ബില്ലോ. ഇത് ഭയങ്കര വിലയാട്ടാ ഈ തലോണക്ക്, അവിടെ യൂസ് ചെയ്യണതല്ല. എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. 1,800 രൂപയാണ് ഇതിന്റെ വില. ഇതാണ് നമ്മള് ലാറ്റക്സ് ബെഡിനും മെമ്മറി ഫോമിന്റെ ബെഡിനും. ഈ 2 ബെഡ് വാങ്ങിക്കണവർക്ക് മാത്രാട്ടാ, അല്ലാണ്ട് ബാക്കി ബെഡ് വാങ്ങിക്കണവർക്കല്ല. അല്ല, ഇത് 2 വാങ്ങിക്കുന്നവർക്ക് ഫ്രീ. ഇത് മെമ്മറി ഫോമിന്റെ ബില്ലോ 2 2 1,800 രൂപ ഒരു തലോണക്ക്. അത് ആകെ കിട്ടാൻ നമ്മുടെ ഈ ഓഫറിൽ മാത്രമാണ്. അത് കഴിഞ്ഞ് കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും. ഇത് മാത്രല്ല, ഐറ്റംസ് വേറെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, അകത്ത് കാണിച്ചു തരാം. ഞാൻ തലോണ പറഞ്ഞപ്പോ ഇത് ഇതിന്റെ ഒപ്പം ഫ്രീ കിട്ടും. ഈ 2 മാസത്തിനുള്ളിൽ മേടിക്കുന്നവർക്ക് ഇത് ഇതിന്റെ ഒപ്പം ഫ്രീ ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് ക്വാളിറ്റി ഇതന്നെ 10 ഇയർ ഒക്കെ വാറണ്ടി കൊടുക്കണം ഐറ്റം. ഇതിന് നമ്മള് ഫ്രീ ഉള്ളത് മൈക്രോ ഫൈബർ ആണ് കൊടുക്കണേ. മൈക്രോ ഫൈബർ കേട്ടോ, നല്ല പില്ലോ തന്നെയാണ്, കുഴിഞ്ഞു പോവൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആണ് കിടക്കാനായിട്ട്. സാധാരണ ഫൈബർ പില്ലോ അല്ല, മൈക്രോ ഫൈബർ, നല്ല ക്വാളിറ്റി ഉള്ള ഫൈബർ തന്നെ. 500 രൂപയ്ക്ക് നമ്മളിവിടെ വിൽക്കണ തലോണ ഇതാണ്. ഇത് മേടിക്കുന്നവർക്ക് ഫ്രീ ഉണ്ടാവുക. പിന്നെ ഐറ്റംസ് വേറെ ഉണ്ട്, അകത്ത് കാണിക്കാം. ഇതിനും നമ്മുടെ സെമി മെഡിക്കേറ്റഡ്, സെമി ഓർത്തോയ്ക്കും ഇതിനും നമ്മുടെ നോർമൽ ക്വാളിറ്റി ബെഡ്. ഇതിന് നമ്മള് സാധാരണ പഞ്ഞിപ്പില്ലോ ഇതാണ് ഫ്രീ കൊടുക്കണത്. സാധാരണ പില്ലോട്ട, സാധാരണ നോർമൽ പില്ലോ. ഈ 2 ഐറ്റംസിനും. പിന്നെ ഐറ്റംസ് വേറെ അകത്ത് വേറെ കാണിച്ചു തരാം ഫ്രീ ഉള്ളത്. പിന്നെ പറയണ ഐറ്റംസ് അത്യാവശ്യം ഉണ്ട്. അപ്പൊ തലോണ ഇതാണ് ഇതിന്റെ ഒപ്പം കിട്ടുക. പിന്നെ ഈ വാറണ്ടി ഉള്ള ഐറ്റംസ് തൊട്ടാണ് നമുക്ക് ഓഫർ ഉള്ളു. വാറണ്ടി ഇല്ലാത്ത ബെഡിന് നമ്മൾ ഓഫർ കൊടുക്കില്ല കേട്ടാ. പില്ലോ മാത്രം ഉണ്ടാവും, ഡെലിവറി ഉണ്ടാവും. വാറണ്ടി ഉള്ള ഐറ്റം തൊട്ടാണ് നമ്മുടെ ഫുൾ ഐറ്റംസ് കിട്ടുക. അപ്പൊ ഏറ്റവും റേറ്റ് കുറവിന്റെ നമ്മൾ കാണിച്ചില്ലേ, ഇതിന് വാറണ്ടി ഇല്ല എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ പില്ലോ കിട്ടും, നോർമൽ പില്ലോസ് 2 കിട്ടും. പിന്നെ ഇതിന് എവിടെയാണെങ്കിലും ഫ്രീ ആയിട്ട് ഡെലിവറിയും ചെയ്തു തരും. പിന്നെ വേറെ ഐറ്റംസ് ഒന്നും ഓഫറുകൾ, ബാക്കി ഓഫറുകളൊന്നും ഇതിന് കിട്ടില്ല കേട്ടാ. ഇനി നമ്മൾ ബെഡ് സ്റ്റിച്ച് ചെയ്യണതും പിന്നെ ബാക്കിയുള്ള ഓഫറുകൾ എന്തൊക്കെയാന്നുള്ളത് അകത്ത് കാണിച്ചു തരാം കേട്ടാ. സ്റ്റാഫിനെ കാണിക്കണം. അത് തന്നെയാടെ സ്റ്റാഫുകളെ കാണിച്ചോ, അവരെല്ലാം ഉണ്ടാവില്ലേ. ഇങ്ങോട്ട് വാടാക്കില്ലേ, നീ എന്ത് ബാക്കിൽ പോയി നിൽക്കണേ? വരട്ടെ. ധന്യയുടെ അച്ഛനെ കാണിച്ചു തരാം. ഇവിടെ നിക്കണേല് വെച്ചിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ മനുഷ്യൻ. വാ, അവിടെ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നത് ധന്യയുടെ അച്ഛനാണ് കേട്ടാ. ഇതൊക്കെ ഒന്ന് ഡൈ ചെയ്തിട്ടുണ്ടെങ്കിലേ അല്ലേ.
അല്ല നരച്ചിട്ടുണ്ടെങ്കിലും കാണുമ്പോ പ്രായം തോന്നുന്നില്ലെന്ന്. ഇവരെ ഡാൻസ് ഒക്കെ ഉണ്ട്, എന്റെ ദൈവമേ. ഇതന്നെ ഇടയ്ക്ക് സ്റ്റാറ്റസ് ഇടും ഇവരൊക്കെ ഡാൻസ്. അപ്പൊ അവിടെ സ്റ്റാഫ് നിൽക്കുന്നുണ്ട്. നമ്മള് ഓർഡർ കൊടുക്കാൻ വേണ്ടി വിളിക്കുമ്പോ മിക്കവാറും ഫോൺ എടുക്കുന്നത് ധന്യയുടെ ഈ കിടക്ക കമ്പനിയുടെ മാനേജർ അഖിലായിരിക്കും. മെയിൻ സ്റ്റാഫ് ഇതാണ് അഖിൽ. നീങ്ങി നിന്നോ, വിരിഞ്ഞു കണ്ടല്ലാരും. ഇതാണ് അഖില്. അഖിലാവും മിക്കതും. എനിക്കെന്നല്ല, ഒരു സ്റ്റാഫും കൂടിയും എടുക്കുന്നുണ്ട്, ഫോൺ ഒരാളും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ വാട്സപ്പിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തരുന്നത് അഖിലായിരിക്കും. പിന്നെ ഒരു സ്റ്റാഫും ഉള്ള ആ 2 നമ്പറിലാണ് വാട്സപ്പ് ഉള്ളത്. ആ നമ്പർ പ്രത്യേകം നമ്മൾ പറയാം. അപ്പോൾ അഖിലാണ് കൂടുതലായിട്ട് കസ്റ്റമേഴ്സിനോട് സംസാരിക്കേണ്ടി വരിക. അപ്പൊ അഖിലിനെ എല്ലാവരും കണ്ടു പരിചയപ്പെട്ടിരുന്നു. അപ്പൊ നമ്മുടെ ഓഫറുകളൊക്കെ ഇവിടെ നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവര് നമ്മുടെ സ്റ്റാഫായിട്ട് അതൊക്കെ ഫുള്ള് നമ്മുടെ സ്റ്റാഫാ. മെയിൻ സ്റ്റിച്ചർ ഒക്കെ എല്ലാവരും സ്റ്റിച്ചർമാരായി. ഇപ്പൊ മെയിൻ സ്റ്റിച്ചറെ തെരഞ്ഞെടുക്കാൻ പറ്റില്ല, ഒക്കെ എല്ലാവരും ഇപ്പൊ സ്റ്റിച്ചിങ് പഠിച്ചു. അപ്പൊ നെഗട്ട് എന്താ മാറിപ്പോയി നിക്കണു. അപ്പൊ രംഗണ്ണ പിന്നെ മുന്നത്തെ വീഡിയോയിൽ കണ്ടവർക്കൊക്കെ അറിയാം. രംഗട്ട് ആദ്യം സ്വർണ്ണപ്പണിയിൽ ഉണ്ടായിരുന്നതാണ്, ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. ആള് ബെഡിന്റെ കൂടെ ഡെലിവറി പോണേല് വണ്ടിയിലേക്ക് ഇരുന്ന് പോണു. പിന്നെ ഇവിടെ എല്ലാവരും ഹെൽപ്പ് ചെയ്യണ ആളാ. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്റ്റാഫ് എല്ലാവരും സ്റ്റിച്ചിങ് പഠിച്ചു. ഇപ്പൊ കൈ വേദന എടുക്കണമെന്നുള്ള പരാതി ഒന്നുമില്ല, എല്ലാവർക്കും ഒരാളെ തന്നെ ചെയ്യുമ്പോ കൈവേദനയും അപ്പൊ അങ്ങനെയൊക്കെ വരും. ഇപ്പൊ എല്ലാവരും സ്റ്റിച്ച് ചെയ്യണ കാരണം മാറി മാറി തയ്ക്കാം. ഇത് നമ്മള് ഇത്ര സമയം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന എന്തൊക്കെയാണ് ഈ ഓണായിട്ട് ധന്യ കൊടുക്കാൻ പോകുന്ന ഓഫർ എന്നുള്ളതാണ് ഇനി പറയാൻ പോണത്. നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബെഡ്, അതായത് ലാറ്റക്സ് മെമ്മറി, അതിന് നമ്മൾ ഫ്രീ കൊടുക്കണതാണ് മെമ്മറി പില്ലോ. 2 മെമ്മറി പില്ലോ, അതിന്റെ കൂടെ ഒരു കോസടി, പിന്നെ ഇതൊരു ബെഡ്ഷീറ്റ് തുറന്നോട്ട സ്ഥലത്തെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഒന്നും കൂടി ഞാൻ ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കുറേ തരം ഒരു ബെഡ്ഷീറ്റിന്റെ ഷോപ്പിലേക്ക് ചെന്ന പോലെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പല വെറൈറ്റി ബെഡ്ഷീറ്റുകൾ വെച്ചിരുന്നു. അപ്പൊ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ വരുന്നവർക്ക് ഇത് സെലക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഫ്രീ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് എടുക്കണോ അത് എടുക്കണോ, അപ്പൊ അതിനേക്കാൾ നല്ലത് അത്. അപ്പൊ പിന്നെ വേറെ കുറെ ഷെൽഫിൽ ഇരിക്കണോ, അപ്പൊ അതാണോ ഇനി നല്ലത്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുള്ള കൺഫ്യൂഷനും ടെൻഷനും സെലക്ട് ചെയ്യാൻ പറ്റാണ്ടൊക്കെ ബുദ്ധിമുട്ടായി. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഇത് 3 ഷെയ്ഡാണ് കൂടുതൽ ഞങ്ങൾക്ക് ലൈറ്റ്. എനിക്ക് താല്പര്യം ലൈറ്റ് ഷെയ്ഡിനോട്, അപ്പൊ അത് കാരണം കൊണ്ട് എനിക്ക് ഇതുമ്മ കൈ വരല്ലോ, ഡാർക്ക് മിൽക്ക് വരില്ല. അപ്പൊ അത് കാരണം ലൈറ്റ് ഷെയ്ഡ് ഇതിന്റെ എല്ലാത്തിനും ഇപ്പൊ 48, 60, സിംഗിള് ഡബിള്, ഫാമിലി കോട്ട് എല്ലാത്തിനും നമ്മള് ഈ സെയിം ഡിസൈൻ സെയിം കളർ അങ്ങനെയാണ്. അപ്പൊ 3 കളറാ വെച്ചിട്ടുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുക. അപ്പൊ 3 എണ്ണത്തില് അത് ഒരുപാട് നമ്മള് സെലക്ട് ചെയ്യാൻ നിന്നില്ല. തുണി നോക്കിക്കോട്ടാ, തുണി ബെസ്റ്റ് തുണിയാണ് കേട്ടാ. ഞാൻ ഒരെണ്ണെടുത്ത് വീട്ടില് വിരിച്ചു വിട്ടാ, ഇതെടുത്ത് വിരിച്ചേ. നല്ല ബെഡ്ഷീറ്റാണ് കേട്ടാ, നല്ല തുണിയാണ്. സോഫ്റ്റ് കോട്ടൺ ആണ് ഇത് പറയാ. 100% പ്യുവർ കോട്ടൺ അല്ല. ചിലര് ചോദിക്കും സോഫ്റ്റ് കോട്ടൺ എന്ന് കോട്ടൺ എന്ന് പറഞ്ഞിട്ട് കോട്ടൺ അല്ലല്ലോ ഞങ്ങൾക്ക് കിട്ടിയത്. 100% പ്യുവർ കോട്ടൺ അല്ല, സോഫ്റ്റ് കോട്ടൺ ആണ്. മറ്റേ കോട്ടൺ ഒക്കെ ആകുമ്പോൾ ചിലപ്പോ ചായയൊക്കെ ഇളകും പ്യുവർ ആവുമ്പോ, ചുരുങ്ങും ചെയ്യും. ഇതാകുമ്പോ ചുരുങ്ങൂല, ചായ ഇളകൂല, എടുക്കാൻ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. അത്യാവശ്യം ഞാൻ നീളവും വീതിയൊക്കെ എങ്ങനെയുണ്ട്, നമ്മൾ കൊടുത്ത അത്ര ഉണ്ടോ എന്നറിയാൻ വേണ്ടിട്ട് എന്റെ വീട്ടിൽ കിങ് സൈസ് ആണ് ബെഡ് എടുക്കണേ. അതുമിലേക്ക് ഞാൻ വിരിച്ചു നോക്കി, എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകം ആവാത്ത ബെഡ്ഷീറ്റ് ആണോ എന്ന് അറിയണ്ട നമ്മള്. അപ്പൊ നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ കടത്തിയിട്ട് വിരിക്കാനുണ്ട്. അടിപൊളി ഷീറ്റ് ആട്ടാ. ഞാൻ അതിലാണ് കിടക്കണേ ഇപ്പൊ ഇതില്. അപ്പൊ ബെഡ്ഷീറ്റ്, മെമ്മറി പില്ലോ, കോസടി, ഒരൈറ്റം കൂടി ഉണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. പ്രൊട്ടക്ടർ, അത് 2 കളറുണ്ട്. അത് ബെഡിന്റെ കളറിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഡാർക്ക് വേണ്ടവർക്ക് ഡാർക്ക് എടുക്കാം, ലൈറ്റ് വേണ്ടവർക്ക് ചിലപ്പോൾ ലൈറ്റ് ഷീറ്റ് മേടിക്കുന്നവര് ലൈറ്റ് ആവും എടുക്കാം. പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിട്ടാന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് ഞാൻ എന്റെ ഒരെണ്ണം ഈ കളർ പറഞ്ഞ ഈ കളർ ബെഡിന് ഉള്ളില് വെള്ളം ഇറങ്ങാത്ത ടൈപ്പ്. ഇത് നമ്മള് ബെഡിന്റെ മേലെ ആദ്യം ഇതിട്ടിട്ടാണ് ബെഡ്ഷീറ്റ് വിരിക്കുക. ഇതിന്റെ അറ്റൊക്കെ എലസ്റ്റിക് ആയിരിക്കും, അപ്പൊ നമുക്ക് കറക്റ്റ് ഇങ്ങനെ ഇതാക്കി ഇടാൻ പറ്റും. പിന്നെ മാത്രമല്ല ഇതിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കോട്ടിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികളുണ്ടെങ്കിലും ഇപ്പൊ പ്രായമായവരുണ്ടെങ്കിലൊക്കെ അതന്നെ ഇറങ്ങില്ല, ബെഡിലേക്ക് ഇറങ്ങില്ല. അതുകൊണ്ടാണ് ഇതിനെ പ്രൊട്ടക്ടർ എന്ന് പറയുന്നത്, ബെഡിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളത്. ഇത് വിരിച്ചിട്ട് ഇതിന്റെ മേലെ നമുക്ക് ബെഡ്ഷീറ്റ് വിരിച്ചാൽ മതി. ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ ഒരു ബെഡിന്റെ കൂടെ ഫ്രീ കിട്ടുന്നതാണ്. ഇനി അടുത്ത ക്വാളിറ്റി നമ്മുടെ ഏട്ടാ 10 വർഷം വാറണ്ടി എടുക്കുന്നത്. മുന്നേ കാണിച്ചത് ലാറ്റക്സ് മെമ്മറി, ലാറ്റക്സിന് മാത്രം 20 വർഷം,
മെമ്മറി ഫോമിന് 10 വർഷം. അതാണ് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി. ഞാൻ നെക്സ്റ്റ് അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഐറ്റം. ഇതിനൊക്കെ നമ്മൾ ഇപ്പൊ നേരത്തെ കാണിച്ച ഐറ്റംസിൽ തലോണം മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഇതിന് നമ്മൾ ഫ്രീ കൊടുക്കുന്ന ഐറ്റം മൈക്രോ ഫൈബർ പില്ലോ. ഈ പില്ലോ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ അകത്ത് വീർത്തതാണ് കാണിച്ചെന്ന്, ആ ലെവലിലേക്ക് ഇത് വീർത്ത് വരും. ഈ ഐറ്റം മൈക്രോ ഫൈബർ പില്ലോ, കോസടി, ബെഡ്ഷീറ്റ്, പ്രൊട്ടക്ടർ, ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ഇതിന്റെ കൂടെ. ഇത് സിംഗിൾ തൊട്ടിട്ടുള്ള എല്ലാത്തിനും ഉണ്ട്. അതെ, ഇത് പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ പെടാം. നമ്മുടെ 10 വർഷം വാറണ്ടി ഉള്ളത്. ഇതിൽ സിംഗിൾ തൊട്ട് എല്ലാ സൈസിനും ഈ സെയിം ഐറ്റംസ് ഇതൊക്കെ ഫ്രീ കിട്ടും കേട്ടോ. പിന്നെ അടുത്തത് നെക്സ്റ്റ് നമ്മുടെ അടുത്ത ക്വാളിറ്റി അടിയിലിരിക്കുന്നത് സെമി മെഡിക്കേറ്റഡ്, സെമി ഓർത്തോ. മുകളിലത്തെ സാധാരണ നോർമൽ ക്വാളിറ്റി ബെഡ് ചകിരിയും ഫോമായിട്ട്. ഇതിന് നമ്മൾ 3 വർഷം വാറണ്ടി, അടിയിലത്തേന് നമ്മൾ 5 വർഷം വാറണ്ടി. ഇതിന് കൊടുക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് പില്ലോ. ഇതാണ് സാധാരണ നോർമൽ ക്വാളിറ്റി പില്ലോ, പഞ്ഞി ഒക്കെ ആയിട്ട് നിറച്ചത് സാധാരണ പില്ലോ കേട്ടാ. ഈ പില്ലോ, പിന്നെ കോസടി, ബെഡ്ഷീറ്റ്, പ്രൊട്ടക്ടർ അതും കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടി കൊടുക്കുന്നുണ്ട്. ഇതിലെ ഒരു വ്യത്യാസം ഉള്ളത് സിംഗിൾ ബെഡ്. നേരത്തെ കാണിച്ചതൊക്കെ നമ്മൾ 10 വർഷത്തിന്റെയാ. അതിൽ ഫുൾ ഐറ്റംസ് ഉണ്ട്. ഇതിലിപ്പോ സിംഗിൾ മേടിക്കുന്നവർക്ക് മാത്രം ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം കുറയും, ഏതെങ്കിലും ഒരു ഐറ്റം ബെഡ്ഷീറ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമുക്ക് ആ റേഞ്ചിലേക്ക് നമുക്ക് തീരെ മാർജിൻ ഇല്ലാത്ത ബിസിനസ് ആണ് ഇപ്പൊ ഈ 2 മാസം കൊണ്ട് ചെയ്യണേ. അപ്പോൾ കഴിഞ്ഞ ട്രിപ്പ് നമ്മൾ ഓഫർ ഇട്ടപ്പോൾ ഒരുപാട് പേർക്ക് നമുക്ക് ഓഫർ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഓഫർ കൊടുക്കാണ്ട് ഞങ്ങൾ ഓണത്തിന് ഒരു 10 ദിവസം മുന്നേ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. തിരക്കായിട്ട്, അത്രയും തിരക്കായി. ഒരുപാട് പേർക്ക് നമുക്ക് അത് മിസ്സായി. ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിങ്ങത്തിലെ പാല് കാച്ചണവരും കുറ്റിശ്ശിക്കുള്ളവരും ഉണ്ടാവും. അപ്പൊ അവർക്ക് നമ്മള് ഓണം കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾക്ക് എന്ത് നിവൃത്തിയില്ല, കൊടുക്കാൻ പറ്റാണ്ടായി. അപ്പൊ നമുക്ക് അത്രയും ഓർഡറുകളായി. അപ്പൊ അത് കാരണം കൊണ്ട് നമുക്കത് കൊടുക്കാൻ പറ്റാണ്ടായി. അപ്പൊ അത് കാരണം കൊണ്ട് ഇതില് സിംഗിള് എടുക്കണവർക്ക് ഏതെങ്കിലും ഒരു ഐറ്റംസ് ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ഐറ്റം ചിലപ്പോൾ അവരിഷ്ടത്തിനനുസരിച്ച് അത് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഏതെങ്കിലും 3 ഐറ്റം ഉണ്ടാവും. കോസടിയും തലോണിയും ഉണ്ടാവും, പിന്നെ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ പ്രൊട്ടക്ടർ ഉണ്ടാവും. സിംഗിളിന് മാത്രം, എല്ലാത്തിനും 4 കിട്ടും. സിംഗിളിന് മാത്രം. പിന്നെ നമ്മുടെ ഓഫർ കിട്ടാത്ത ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ വിളിച്ച് ചോദിച്ചിട്ട് എന്നോട്ട് ഓഫർ തുടങ്ങണേ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഓഫർ കിട്ടിയവര്, കിട്ടാത്ത വിഷമിച്ചിരിക്കുന്നവര്, ഞങ്ങളുടെ ബെഡ് അവര് ഒരു പാർട്ടി നമ്മൾ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടി വിളിച്ചിട്ട് കഴിഞ്ഞ അവർക്ക് ഓഫർ കിട്ടിയില്ലേ, നമ്മുടെ തീർന്നു പോയി. അപ്പൊ അവരെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാർക്ക് ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ഐറ്റംസ് അവര് കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് പിന്നെ ഈ ഒരു കൊല്ലായിട്ട് അവര് ഉപയോഗിക്കണം, നല്ല ക്വാളിറ്റിയാണ്. നമ്മളൊന്നും ഒരു മോശമുള്ള ഐറ്റംസ് ഇതിൽ വെച്ചിട്ടില്ല. അപ്പൊ അവര് കേട്ടപ്പോ നമുക്ക് നല്ലൊരു കുളിർപ്പിയൊക്കെ തോന്നിയിരിക്കും. കേട്ടപ്പോ അവര് ആ പൈസ ബെഡ് വാങ്ങിക്കാൻ വെച്ചിരിക്കുന്ന പൈസ എടുത്ത് സെറ്റ് വാങ്ങിച്ചു എന്നാ പറഞ്ഞേ. ഈ അയലക്കത്തുള്ളവർക്ക് വിളിച്ചിട്ട് ഒരു കൊല്ലം ഒരു ബെഡ് ഇല്ലാണ്ട് കിടക്കണേ 3 ബെഡ്റൂമില്. അപ്പൊ നമ്മുടെ ഓഫർ നോക്കിയിരിക്കുകയാണ് അവര് ബെഡ് മേടിക്കാനായിട്ട്. അപ്പൊ ഇത് വീണ്ടും ഞാൻ ചെയ്തില്ലെങ്കിൽ അവരോട് കാണിക്കുന്ന നന്ദി കേടാവില്ല. അത് കേട്ടപ്പോഴാണ് ഞാൻ ഇത്ര ഐറ്റംസ് തന്നെ വെച്ചതെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്തായാലും അതിങ്ങനെയാക്കി. അപ്പൊ അതിന്റെ കൂടെ എന്തെങ്കിലും ഒന്ന് കൂടുതൽ ചെയ്യണ്ടേന്ന് വെച്ചിട്ട് കഴിഞ്ഞ സെയിം തന്നെയല്ല മെമ്മറി പില്ലോ എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കണവർക്ക് അറിയാം, അതിന്റെ ഇതറിയാം. അപ്പൊ അതാണ് നമ്മൾ പ്രീമിയം ക്വാളിറ്റിക്ക് ഫ്രീ കൊടുക്കണത്. അപ്പൊ എല്ലാവരും നമ്മുടെ ഓണം ഓഫർ. അപ്പൊ ഇത് തുടങ്ങുന്നത് ഓഗസ്റ്റ് 1-ാം തീയതി. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക ഓഗസ്റ്റ് 1-ാം തീയതി ആയിരിക്കും. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 3 വരെക്ക് ഈ ഓഫർ കിട്ടും. അപ്പോൾ അതിനുശേഷം ബെഡ് ആവശ്യമുള്ളവരായാലും ഇതിനുള്ളിൽ വിളിച്ച് ഓർഡർ ചെയ്താൽ മതി. അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തിട്ട് ഓർഡർ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അത് പിന്നെ കിട്ടും. മാക്സിമം നമ്മള് 3-ാം തീയതി വരയ്ക്ക് ആ ബുക്കിംഗ് സ്വീകരിക്കുള്ളൂ കേട്ടോ. അതിപ്പോ ഓഗസ്റ്റ് 1 തൊട്ട് സെപ്റ്റംബർ 3-ാം തീയതി വരയ്ക്കും. അപ്പൊ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് വിളിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് കേട്ടോ. അതിന്റെ ഇത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് വിളിച്ചാൽ കിട്ടില്ല. ഇതിന്റെ ഇടയിൽ വിളിച്ചു കഴിഞ്ഞാലേ കിട്ടുള്ളൂ. മാത്രമല്ല ഞായറാഴ്ച മുടക്കായിരിക്കും. ഞായറാഴ്ച മുടച്ചാലും കിട്ടില്ല. പിന്നെ രാവിലെ 10 മണിക്ക് 10 മണി തൊട്ട് നമ്മൾ 6 മണി വരെ വിളിക്കേണ്ട സമയം കഴിഞ്ഞാൽ 6 മണിക്ക് ശേഷം വിളിച്ചാൽ കിട്ടില്ല എന്ന് പറയണത് ഒരുപാട് വാട്സപ്പിൽ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടാവും. അതിനൊക്കെ റിപ്ലൈ കൊടുക്കണമെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് മൂഡിലാക്കിയിട്ട് വേണം റിപ്ലൈ കൊടുക്കാനായിട്ട്. പിന്നെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അറിയാലോ, കുറെ പേര് കാണുന്നത് കുറെ പേര് ഒരുമിച്ച് വിളിക്കുമ്പോഴും കിട്ടില്ല. എൻഗേജ്ഡ് ടോൺ ആയിട്ട് വരും, ബിസി ആയിട്ടാ കാണുള്ളൂ. അപ്പൊ എല്ലാവരും ഒരുമിച്ച് വിളിക്കുമ്പോഴും കിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളവര് ഇത് തട്ടിപ്പാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടാറുണ്ട്. ഇവർക്ക് വിളിച്ചിട്ടൊന്നും കിട്ടില്ല എന്നിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വാട്സപ്പ് നമ്പർ നമ്മള്
മെസ്സേജ് ഇടാം. എല്ലാ ഡീറ്റെയിൽസ് എല്ലാവർക്കും ഡീറ്റെയിൽസ് കിട്ടും. 6 മണിക്ക് ശേഷം നമ്മൾ ഇതിനാണ് ഇരിക്കണേ ഈ റിപ്ലൈ കൊടുക്കാനായിട്ട്. പിന്നെ ഈ ഓഫർ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ സെപ്റ്റംബർ 3-ാം തീയതി വരെയാണെന്ന് പറഞ്ഞല്ലോ. ഈ സെപ്റ്റംബർ 3-ാം തീയതി വരെയാണ് ബുക്കിംഗ് എടുക്കുക. അപ്പൊ നമുക്കിപ്പോ സെപ്റ്റംബർ 3-ാം തീയതിക്ക് വേണ്ട, നമുക്ക് സെപ്റ്റംബർ അതിന് ശേഷമാണ് ബെഡ് ആവശ്യമുള്ളവർക്കും ഈ സെപ്റ്റംബർ 3-ാം തീയതി വരെയ്ക്ക് തന്നെ ബുക്കിംഗ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഡിസംബറിലോ അല്ലെങ്കിൽ സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബറിലേക്ക് ആവശ്യമുള്ളവർക്ക് ഒന്നും കിട്ടില്ല. സെപ്റ്റംബർ 30-ാം തീയതി വരെയ്ക്ക് ആയിരിക്കും ഇവിടുന്ന് ഈ ഓഫർ പ്രകാരം ഉള്ള ബെഡുകൾ സാധനങ്ങൾ കിട്ടുള്ളൂ കേട്ടാ. അത് പ്രത്യേകം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഈ സെയിം ഓഫർ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഞങ്ങൾക്ക് ജനുവരി വരെയൊക്കെയായിരുന്നു ബുക്കിംഗ്. ഒന്നാലോചിച്ച് നോക്കിയേ, ഈ ജനുവരി വരെയ്ക്ക് നമ്മൾ ഈ സാധനങ്ങൾ വീണ്ടും 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 ഇറക്കി നമ്മളത് കൊടുക്കണമെങ്കിൽ അത്രയും ബുദ്ധിമുട്ടി ഞങ്ങള്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബുക്ക് ചെയ്തിട്ട് മാസം നമുക്ക് ഈ ഓഫർ ഓഗസ്റ്റിലും പ്രത്യേകം പറയണം. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ഫുള്ള് അതവരുള്ള അങ്ങനെ ആവശ്യക്കാർ മാത്രമേ ബുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത്ര സെപ്റ്റംബർ കഴിഞ്ഞാൽ നമ്മള് ഈ ഓഫർ കൊടുക്കില്ല. സാധാരണ പോലെ തന്നെ ഈ ബില്ല് ഉണ്ടാവും. നമ്മള് അകലക്കാർക്ക് അതിൽ നമ്മൾ പാഴ്സൽ ചാർജ് ഒക്കെ ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾ അയക്കണത്. അതൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷെ ഈ പ്രൊട്ടക്ടർ പിന്നെ കോസടി സംഭവം ബെഡ്ഷീറ്റ് ഒക്കെ കിട്ടില്ല, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ 2 മാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് റെഡിമെയ്ഡ് ആയിട്ട് ബെഡുകൾ വാങ്ങിച്ചു പോവണ്ട. നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് ഇവിടെ നിന്ന് വേണേ കാണാം നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയാണോ ഇതിന്റെ ഉള്ളില് എന്നുള്ളത് നമുക്ക് തന്നെ കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് ബെഡ് അടിച്ച് വാങ്ങിച്ചു പോകാനും പറ്റൂട്ടോ. അതിപ്പോ ഈ ഓഫറിന്റെ സമയത്തല്ല, എപ്പോ വന്നാലും കാണാം. അപ്പൊ നമുക്കൊരു ബെഡ് അടിക്കണത് കാണാം. സരിത് ഇപ്പൊ പറഞ്ഞില്ലേ നമ്മുടെ ബെഡ് അടിക്കണത് ലൈവായിട്ട് നിന്ന് കാണാന്നൊക്കെ. ഈ ഓണത്തിന്റെ 2 മാസം ഞങ്ങക്ക് നല്ല തിരക്കായിരിക്കും. അപ്പൊ എല്ലാവരും കാണണം എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓർഡറുകൾ കറക്റ്റ് സമയത്ത് നമുക്ക് എത്തിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു 4 ദിവസമൊക്കെ ഗ്യാപ്പ്, ഒരു ഓർഡർ തന്നു കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസമൊക്കെ ഗ്യാപ്പ് നമുക്ക് തരണം. അപ്പൊ തന്നെ അടിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ചിലപ്പോ ഈ തിരക്കിന്റെ ഇടയിൽ നമുക്ക് സാധിച്ചു. ബെഡ് കമ്പനിയിൽ വരുമ്പോ എല്ലാ സൈസിലുള്ള എല്ലാ ടൈപ്പ് സാധനങ്ങളും അടിച്ചവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ കിട്ടുമ്പോഴാണ് അതിന് അവരുടെ ആ കട്ടിലിന്റെ സൈസിനനുസരിച്ചിട്ട് അപ്പോഴാണ് ഇവർ അടിക്കാൻ തുടങ്ങുള്ളൂ. അതുകൊണ്ട് നേരെ വന്ന് സ്റ്റോക്ക് നമ്മൾ വെക്കാറില്ല, ലൈവായിട്ട് നമ്മൾ അടിക്കാറാണ് പതിവ്. ചിലപ്പോ അടിച്ചു വെച്ചിട്ട് അത് ചെലവാവണമെന്നില്ല. അപ്പൊ നമ്മൾ റെഡി ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യാം. കസ്റ്റമേഴ്സ് വരുമ്പോ ഞങ്ങളുടെ ബെഡ് അടിക്കണം ഞങ്ങൾക്ക് കാണണം എന്ന് പറയും. ഈ തിരക്ക് സമയത്ത് മാത്രം 2 മാസം മാത്രം നമുക്ക് അതിന് ചിലപ്പോ പറ്റിയെന്ന് വരില്ല. അതെ ശരി, അത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാം. അപ്പൊ അതേ അടിക്കാനുള്ള സാധനം കൊണ്ടുവരേണ്ടവര് ഇതേ നമ്മുടെ ഏതാ പൊട്ടിക്കാൻ പോണല്ലോ, ലാറ്റക്സ് ബെഡാണ് ഇപ്പൊ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കണേ കേട്ടാ. പ്രീമിയം ക്വാളിറ്റി ഓർത്തോഫോം 90 ഡെൻസിറ്റി 90 ഡെൻസിറ്റി ഫോമാണ്. താഴ്ന്നൊന്നും പോയില്ല കേട്ടാ, നല്ല സ്ട്രോങ് ആ. ഇതിപ്പോ 5 അടി ബെഡ് അല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യണേ. 5 അടി ഫാമിലി കോട്ടാണ് നമ്മളിവിടെ തയ്ച്ച് കാണിക്കണത് കേട്ടാ. ഫസ്റ്റ് പശിട, ഇതിന്റെ മുകളിൽ ഗമ്മിടും. ലാറ്റക്സ് ഫോം, ഇതാണ് ലാറ്റക്സ് ഫോം അല്ലേ. ഭയങ്കര വിലയാണ്. 20 വർഷം വാറണ്ടി ഉണ്ട്. പ്രത്യേകം ഇതിൽ യൂറിനൊന്നും ഇറങ്ങാണ്ട് തന്നെ നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ ഹോൾസ് കണ്ട അവിടെ, അതിലേക്കൊക്കെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മണ്ണടിച്ചിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. അപ്പൊ ഒരു കൂളിംഗ് ഇല്ലേ, ഭയങ്കരമായിട്ട് ഒരു തണുപ്പില്ലേ അതിന്. ഈ ഹോട്ടലിലേക്കൊക്കെ യൂറിൻ ഇറങ്ങി കഴിഞ്ഞാൽ ഉള്ളിക്ക് പോവും. അപ്പൊ നാറ്റം നന്നായി അടിക്കും. അപ്പൊ വെള്ളം ഇറങ്ങാണ്ടൊക്കെ യൂറിൻ ഇറങ്ങാണ്ടൊക്കെ സൂക്ഷിക്കണം നമ്മളത്. ഇത് നമ്മൾ യൂസ് ചെയ്യണത് നാച്ചുറൽ ലാറ്റക്സ് ആണ്. 2 ടൈപ്പ് ഉണ്ട് ലാറ്റക്സ്, നാച്ചുറലും ഉണ്ട് സിന്തറ്റിക്കും ഉണ്ട്. സിന്തറ്റിക്കിന് ഇതിന്റെ നേർപകുതി വിലയുള്ളോട്ടാ. കണ്ടാൽ പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചറിയില്ല, എന്നാലും നമുക്ക് അറിയണവർക്ക് അറിയാം, അല്ലാത്തവർക്കൊന്നും അറിയില്ല. ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സിന്തറ്റിക് ഏതാണ് നാച്ചുറൽ ഏതാണ്. 2 ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഭയങ്കര മാറ്റാണ്, റേറ്റിലും മാറ്റുണ്ട്. സിന്തറ്റിക്കിന് ഇതിന്റെ പകുതി വിലയുള്ളൂ. നമ്മൾ ഒറിജിനലാണ് യൂസ് ചെയ്യണത്, ഡ്യൂറോളക്സിന്റെ ആണ്. 20 വർഷം വാറണ്ടി കമ്പനി മെൻഷൻ ചെയ്യണ ആയിട്ടാണ് നമ്മൾ എടുക്കണത്. പശ ഇട്ടു ആദ്യം ഇവരിതേ ഇതിൻ്റെ അടിയിൽ ഗമ്മിടണം കേട്ടാ. അതാണ് പശ. വിട്ടു പോരാത്ത പശയാണ്, നല്ല സ്ട്രോങ് ആണ്. പശ ഇടല് കഴിഞ്ഞു. ഇതിന് ഈ ഒരു പണി മാത്രമുള്ളൂ, ഒട്ടിക്കില്ലേ. ഇത് 2 ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒട്ടിപ്പ് കഴിഞ്ഞു. അങ്ങനെ നേരെ സ്റ്റിച്ചിങ് ടേബിളിലേക്ക് എടുക്കും. ഇനിയിപ്പോ ബെഡ് അടിക്കാൻ പോവാണ് കേട്ടാ. അതാണ് ഇനി ചെയ്യാൻ പോണ. ഒട്ടിക്കല് കഴിഞ്ഞു. സ്റ്റിച്ചിങ് ടേബിൾ അതോടേക്ക് ഇനി കൊണ്ടിടാൻ പോവര്. ഇവിടത്തെ ഇവിടത്തെ ഇത് ഈ സാധനം ഫ്രണ്ടിലും ബാക്കിലും വെച്ച് അടിക്കും അല്ലെ. ബാക്കാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുക. അതെ നോക്കിയേ, ഞാൻ ഒരു കാര്യം പറഞ്ഞാട്ടാ. ഈ സാധനമാണ് ഫ്രണ്ടിലും ബാക്കിലും വെച്ചിട്ട് ഈ ബെഡിന്റെ അടിക്കാൻ പോണേട്ടാ. അപ്പൊ ഇതിന്റെ ഒരു തിക്നെസ് കണ്ട,
ഇതിന്റെ ഒരു ഫോമും ഈ തുണി അടക്കം ഇത്ര വരുന്നുണ്ട് കണ്ട. ഇത് തന്നെ മുകളിലും വരും. അപ്പൊ സാധാരണ നമ്മള് ബെഡിന്റെ ഇപ്പൊ നമ്മൾ പറയാ അപ്പൊ 7 ഇഞ്ച് എന്ന് പറയണത് ഇവിടെ ധന്യയുടെ കിടക്കയ്ക്ക് ധന്യ പറയണത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തിക്നെസ് ആണ് അവള് പറയാറ്. അല്ലാണ്ട് ഇതിന്റെ മേലെയും താഴെയും അതും കൂടി വരുമ്പോഴത്തെയാണ് സാധാരണ എല്ലാ കമ്പനികളിലും പറയാ. പക്ഷെ ഇവിടെ എന്ന് പറയാം ഇതിന്റെ തിക്നെസ്സാ പറയാ. ശരിക്കും ഇത് 7 ഇഞ്ച്, ഇത് എത്രയാ 6 ഇഞ്ച്, അത് 6 ഇഞ്ചാണ്. പക്ഷെ നമുക്ക് അതും കൂടി അടിച്ചു വരുമ്പോ 7 ഇഞ്ച് ശരിക്കും തിക്നെസ് കിട്ടും. 7 ഇഞ്ച് എന്ന് പറയുന്നത് വിൽക്കാം. പക്ഷെ ഇവളത് 6 ഇഞ്ച് എന്നാണ് പറയാ. അപ്പൊ നോക്കിയോളോട്ടാ. അപ്പൊ 6 ഇഞ്ച് എന്ന് പറയണ ഈ ബെഡ് അത് അടിച്ചിട്ട് വരുമ്പോ അത് ഇതിപ്പോ 6 ഇഞ്ച് ബെഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അത് ഫിനിഷിംഗിൽ എത്ര ഇഞ്ച് വരുന്നുള്ളത് കാണിച്ചു തരാം. അതെ, ഇപ്പൊ ഇങ്ങോട്ട് എടുത്തിട്ടൂട്ടാ നമ്മള്. ഞാൻ ഈ മെറ്റീരിയലിന്റെ തന്നെ കനം എത്രയാന്ന് കാണിച്ചു തരാം. നമ്മുടെ 6 ഇഞ്ചാണ് ബെഡ് കേട്ടാ. 6 ഇഞ്ചാണ് ബെഡ്. മെറ്റീരിയലിൽ തന്നെ കനം 6.5 ഉണ്ട്. ലക്കാണ് ഇത് കിട്ടണവർക്ക്. കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. 6 ഉണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര വരുന്നുള്ളത് അപ്പൊ നിനക്ക് അങ്ങനെ തന്നെ പറഞ്ഞൂടെ? എന്തിനത് ശരിക്കും ഇതിന്റെ തിക്നെസ് നമ്മൾ 6 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ 6 ഇഞ്ചിന്റെ റേറ്റ് വാങ്ങണു. ഇപ്പൊ 8 ഇഞ്ചൊക്കെ വേണമെന്നുള്ളവർക്ക് ഇപ്പൊ 8 ഇഞ്ചിന് നമുക്ക് ഇതിനേക്കാളും പൈസ കൂടുതലല്ലേ. 8 ഇഞ്ച് തന്നെ 9-9.5 വരും നമ്മുടെ. അപ്പൊ 8 ഇഞ്ച് വേണമെന്നുള്ളവർ എന്തിനാ വെറുതെ നാട്ടുകാർ കാശുകൾ. അപ്പൊ അവർക്ക് ഇതെടുത്താ പോരെ, ഇതെടുത്താ മതി. ഇതിന്റെ സൈഡ് ക്ലോത്ത് ആണ് നമ്മള് ഫസ്റ്റ് വെക്കാട്ടാ. ബെഡിന്റെ സൈഡിൽ വെക്കണ തുണി സൈഡ് ഫുള്ള് കവർ ചെയ്തു. എന്നിട്ട് അവിടെ ചെയ്യണം, കൂട്ടി തയ്ക്കണു. കറക്റ്റ് അളവ് എടുത്തിട്ട് വെട്ടിയതേ. താഴെ വിരിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുപോലത്തെ തന്നെ മുകളിൽ വിരിക്കുന്നു. ഇത് ബെഡിന്റെ ബാക്ക് സൈഡാണ്. ഇപ്പൊ നമ്മൾ ഹാർഡ് ഭാഗമാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോണേ. ബാക്ക് സൈഡാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യണത് കേട്ടാ. ഗമ്മിടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്ത് ലൂസ് ആവാതിരിക്കാൻ. ഇപ്പൊ ബെഡ് എങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങി പോകണമെങ്കിൽ ചിലപ്പോ ഭയങ്കരമായിട്ട് ലൂസാവും. ലൂസ് ആവാതിരിക്കാൻ ടൈറ്റില് അടിക്കാൻ വേണ്ടിയിട്ടാണ്, അടിയിൽ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് പശ ഇടുന്നത്. ബാക്ക് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും തിരിച്ചിട്ടു, ഗമ്മിട്ടു, ക്ലോത്ത് ഇട്ടു, ടൈറ്റ് ചെയ്യണു. ഫ്രണ്ട് സൈഡ് അടിക്കണു കേട്ടോ, ലാറ്റക്സിന്റെ ഭാഗം. അപ്പൊ നമ്മുടെ ബെഡ് ഫിനിഷിംഗ് ആയി. ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. മെറ്റീരിയൽ തന്നെ എത്രയാണെന്ന് നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തിക്നെസ് എത്രയാണെന്ന് കാണിച്ചു തരാം കേട്ടാ. എവിടെയാണ് നിൽക്കണേ? 7.5 ബീഡിങ് ടു ബീഡിങ് 7.5 കേട്ടാ. നമ്മുടെ 6 ഇഞ്ച് ബെഡാണിത്. അതാണ് ഇപ്പൊ 7.5 ആയിട്ട് നിൽക്കണേ. അപ്പൊ സാധാരണ 8 ഇഞ്ച് 7 ഇഞ്ച് 7.5 ഇഞ്ച് ബെഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ 6 ഇഞ്ചിന്റെ വാങ്ങിച്ചാൽ മതി. 7 ഇഞ്ച് അല്ലെങ്കിൽ 7.5 ഇഞ്ചിന്റെ പുറത്തുനിന്ന് വാങ്ങിക്കണേനേക്കാൾ റേറ്റ് കുറവല്ലേ വരുള്ളൂ. 6 ഇഞ്ച് അത്രയും 8 ഇഞ്ചൊക്കെ വേണ്ടവർക്ക് ഇതിട്ടാൽ മതി. വെറുതെ നമ്മുടെ 8 ഇഞ്ചൊക്കെ എടുക്കുമ്പോ 9.5 ഇഞ്ച് ഉണ്ടാവും. അപ്പൊ 8 ഇഞ്ചിലേക്ക് ഇത് ഇട്ടാൽ മതി. റേറ്റ് വെറുതെ കയറണ്ടാവുന്ന നമ്മുടെ മെറ്റീരിയൽ. നമുക്കിത് മെറ്റീരിയൽ കുറച്ചിട്ട് വേണമെങ്കിൽ കറക്റ്റിലൊക്കെ ചെയ്യാം. പക്ഷെ നമ്മളിവിടെ അത് ചെയ്യണില്ല. നമ്മൾ ഇങ്ങനെയാണ് ചെയ്യണേ കേട്ടാ. ബെഡ് തയ്ക്കല് കഴിഞ്ഞ് പാക്ക് ചെയ്യാൻ പോവാണ് കേട്ടാ. ഇപ്പുറത്തെ ടേബിൾ മേൽ കിട്ടും. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ബെഡും ഇതുപോലെ തയ്ച്ച് പാക്ക് ചെയ്തിട്ടാണ് എത്തണത്. നമ്മളിവിടെ ഐറ്റം, ഇത് നമ്മുടെ ഐറ്റം എഴുതണതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ വിളിച്ച് പറയുമ്പോൾ ഏത് ഐറ്റാന്ന് നിങ്ങൾക്ക് പറയാൻ കിട്ടണില്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. ഇതിവിടെ എഴുതിയിട്ടുണ്ട്, ഇതിന്റെ സൈസ് എഴുതിയിട്ടുണ്ട്, ഇഞ്ച് എഴുതുന്നുണ്ട്, ഇന്ന ബെഡ് എന്ന് എഴുതുന്നുണ്ട്. അപ്പൊ ഇത് ഫോട്ടോ അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. അപ്പൊ നമ്മള് ഇന്ന ബെഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതനുസരിച്ച് നമ്മൾ റിപ്പയർ ഒക്കെ ചെയ്തു തരും കേട്ടാ. പിന്നെ കൊറേ പേര് ഡൗട്ട് ചോദിക്കാറുണ്ടടി, പഴയ ബെഡ് നീ എടുക്കുമെന്ന്. ഇല്ല കേട്ടാ. പഴയ ബെഡ് ഇപ്പൊ ചിലവർക്ക് ഇപ്പൊ ബെഡ്
പുതിയ വീട് പണിയണവർ തന്നെ ബെഡ് വാങ്ങിക്കണമെന്നില്ലല്ലോ. ഇല്ല ഇല്ല. കുറെ നാശമായവർക്ക് അത് മാറ്റാറായി എന്നുള്ളവരുണ്ടാവും. അവർക്ക് ഈ സാധനം എവിടെ കൊണ്ടേ കളയുന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ പഴയ ബെഡ് എടുക്കണവരുണ്ട്, അതിന് ചെറിയ ചാർജ് കൊടുത്ത് എടുക്കണ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ഇവിടെ തന്നെ എത്രയോ പേര് ഓട്ടോറിക്ഷയില് വിൽക്കാൻ വരുന്നവരെ കണ്ടിട്ടുണ്ട് ഞങ്ങള്. അവര് 1000-500 കൊടുത്തിട്ട് പഴയ ബെഡ് വാങ്ങിക്കുന്ന കാണാം. അത് റിപ്പയർ ചെയ്ത് വീണ്ടും വിൽക്കുവര്. നമുക്കിവിടെ നമുക്കിവിടെ അറിഞ്ഞൂടാ, ഇതൊരു ചെറിയൊരു കമ്പനി, കുഞ്ഞ സ്ഥലം. നമുക്കിത് ഒരു ഉറ വരെ പുറത്തുള്ള സ്ഥലമില്ല, കളയാനും പറ്റില്ല. പിന്നെ അതിനെ റിപ്പയർ ചെയ്തിട്ട് പുതിയതാക്കി കൊടുക്കാൻ താല്പര്യമില്ല. അപ്പൊ ബെഡ് അടിക്കല് കഴിഞ്ഞ് ദേ കൊണ്ടുപോണു, അവിടെ വെച്ചു. അപ്പൊ ഇതിപ്പോ ഒരു കളറ് അടിക്കണ് കാണിച്ചതാണ് കേട്ടോ. ഇതുപോലത്തെ എത്ര കളർ ഉണ്ട് ഇവിടെ? 3 കളർ ഉണ്ട്. ഈ ഡാർക്ക് ബ്ലൂ, പിന്നെ ഗ്രേ വൈറ്റ് വേണ്ടവർക്ക്, കുറെ പേര് ചിലർക്ക് വൈറ്റ് തന്നെയാ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർക്ക് വൈറ്റ്. കൂടുതൽ ആൾക്കാർ നമ്മളോട് ഡാർക്ക് ചോദിച്ചിട്ടാ വരണേ. വൈറ്റിനോട് കുറവാണ് ആൾക്കാര്. വൈറ്റ് വന്നിട്ട് അതിന്റെ ഇതൊക്കെ പോയി തുടങ്ങി. അപ്പൊ ഡാർക്ക് കളറാണ് അധികം പേരും ചൂസ് ചെയ്യണത്. അതായത് ഒരു ഡാർക്ക് ഗ്രേയും ഡാർക്ക് ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്. 3 കളറും അങ്ങനത്തെ ഒന്നുമില്ല. മെറൂൺ ഉണ്ട്. നമുക്ക് മെറൂൺ ഈ പ്രീമിയം ക്വാളിറ്റിയിലൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ തുണി. ഓരോന്നിന്റെയും ക്വാളിറ്റിക്ക് അനുസരിച്ച് തുണിയും ചേഞ്ച് ആണ്. അപ്പൊ പ്രീമിയം ക്വാളിറ്റി അല്ലാണ്ട് തൊട്ട് താഴെ നിക്കണേല് മെറൂൺ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ ഗ്രേ ഉണ്ട്. അങ്ങനെ ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ച് കളറുകൾ ചേഞ്ച് ചെയ്യും. അപ്പൊ നമ്മുടെ എല്ലാതും സ്റ്റിച്ച് ചെയ്യണതും ഓഫറുകളും എല്ലാം കണ്ടു. അപ്പോ കിടക്കകളുടെ വെറൈറ്റികൾ കണ്ടു, അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ കണ്ടു, പിന്നെ അതിന്റെ ഓഫറുകൾ പറഞ്ഞു. അപ്പൊ ഇനി ആവശ്യമുള്ളവരെ മറക്കണ്ട, ഇന്ന് തുടങ്ങി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 3 വരെ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം. സെപ്റ്റംബർ 30 വരെ ഈ ഓഫർ കിട്ടുന്നതായിരിക്കും. സെപ്റ്റംബർ 30-ന് ശേഷം ഓഫർ ഉണ്ടാവില്ല. ബെഡും ഐറ്റംസ് ഒക്കെ ഉണ്ടാവും.